ഏതൊരിടലും ഒളിച്ചിരിക്കും. വീടിനു കയറി സ്വർണവും പണവും മോഷ്ടിക്കും. എതിർക്കാൻ നിന്നാൽ ചിലപ്പോൾ ജീവൻ തന്നെ എടുക്കും. വെറും മോഷ്ടാക്കളല്ല, അക്രമകാരികളായ മോഷ്ടാക്കളാണ് കുറുവ. മുഖം മറച്ച് ശരീരം മുഴുവനും എണ്ണ തേച്ച് ഇരുട്ടിനെ വെട്ടിമുറിച്ചാണ് ഇവർ വരുന്നത്. മലയാളികൾ എന്നും ഇവരെ ഒരു പേടിസ്വപ്നമായിരുന്നു. ഇപ്പോൾ പലതരം സ്ഥലങ്ങളിൽ ഇവർ മോഷ്ടിക്കുന്നതായിട്ട് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. നവംബർ 13 ഒരു ഗ്രാമത്തിൽ പുലർച്ചെ 2:20 ഒരു ഡോറ് അടയ്ക്കുന്ന ശബ്ദം കേട്ടാണ് അവരുടെ കൂടെയുള്ള ഒരാൾ എഴുന്നേറ്റു. എന്നിട്ട് ചുറ്റിനുമുള്ള ലൈറ്റുകളെല്ലാം ഇട്ടു. അപ്പോഴാണ് അടുക്കളയിലെ കുറ്റി തുറന്നു കിടക്കുന്നതായി അവർ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി വീട്ടിലാരും കയറിയിട്ടുണ്ടെന്ന്. ഇവർ എല്ലാവരെയും വിളിച്ചു. തൊട്ടടുത്തുള്ള സഹോദരനെ വിളിച്ച് സഹോദരൻ വന്നു കഴിഞ്ഞിട്ടാണ് ഇവർ ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയത്. ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം അവിടെ ഒച്ചയും ഒന്നും ഉണ്ടായിരുന്നില്ല. ആരോ വന്ന് വാതിൽ തകർത്ത് അകത്തേക്ക് കയറാൻ ശ്രമിച്ചുവെന്ന് അവർക്ക് മനസ്സിലായി. അന്നു തന്നെ ഒരു പോലീസ് സ്റ്റേഷനിൽ അവർ കംപ്ലൈൻറ്റ് കൊടുത്തു. പോലീസും അന്വേഷണം ആരംഭിച്ചു. ആദ്യഘട്ടമായി 3 വീടുകളിൽ നിന്ന് CCTV ക്യാമറ എടുത്തു. അപ്പോഴാണ് ഇവരാ സത്യം അറിയുന്നത്. അത് വെറും കള്ളന്മാരല്ല, കുറുവ സംഘമായിരുന്നു എന്ന്. എങ്ങനെയെങ്കിലും പുറത്തിറങ്ങിയിരുന്നെങ്കിൽ അവരുടെ ജീവൻ തന്നെ പോയേനെ. അത് കഴിഞ്ഞ് ഇവർ എല്ലാവരും ഒരു ജാഗ്രത പുലർത്തി. അതുവരെ ഇവർക്കൊരു ചെറിയ പേടിയായിരുന്നു. പറഞ്ഞതുപോലെ ഇവർ കുറുവ സംഘമാണെന്ന് അറിഞ്ഞപ്പോൾ ഇവർക്ക് ഒരു വലിയ പേടി തന്നെ ഉണ്ടായി. ഒരു വീട്ടിലും ഇതേ സംഘം തന്നെ കയറി. രാത്രി അടുക്കളയുടെ കുറ്റി തകർത്ത് വീട്ടിലേക്ക് കയറി. ആ വീട്ടിൽ 3 മാസം മാത്രം പ്രായമുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ ലൈറ്റ് ഓണായിരുന്നു. ആദ്യം ആ കള്ളസംഘം വന്ന് കുഞ്ഞിൻ്റെ മാല പറിച്ചെടുത്തു. അപ്പോൾ തന്നെ ആ അമ്മ ഞെട്ടി ഉണർന്നു. എല്ലാ ആൾക്കാരെയും വിളിച്ചു കൂട്ടി. അതിനിടയ്ക്ക് തന്നെ ഇവർ ആ വീട്ടിൽ നിന്ന് ഓടിപ്പോയായിരുന്നു. ഇവർ അടുത്തുള്ള ആ കുഞ്ഞിനെ നോക്കി. കുഞ്ഞിനൊന്നും പറ്റിയില്ല. ഭാഗ്യം. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ കുറുവ സംഘത്തിൻ്റെ പുതിയ കാര്യങ്ങൾ വരും. അന്ന് ഞാൻ ഇതുപോലെ ഒരു വീഡിയോ ഇടാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.